നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗബിൻ ഷാഹിർ നടനെന്ന നിലയിൽ മാത്രമല്ല, നിർമ്മാതാവ് എന്ന നിലയിലും വളരെ പേരെടുത്തു, പ്രശസ്തനായി പണമുണ്ടാക്കി. സൗബിൻ ഷാഹിറിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയാണ് പറവ ഫിലിംസ്. ഇപ്പോഴിതാ പറവ ഫിലിംസിൽ ആദായനികുതി വകുപ്പ് വലിയ റെയ്ഡ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദായനികുതി വകുപ്പിനെ വെട്ടിച്ച് സിനിമയുടെ ലാഭവിഹിതം സൗബിൻ ഷാഹിറും സംഘവും സ്വന്തമാക്കി എന്ന ആരോപണമാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വരുമാനത്തിലാണ് വലിയ തോതിൽ നികുതി വെട്ടിപ്പ് ഇവർ നടത്തിയത്. 140 കോടിയാണ് ആ സിനിമയുടെ വിറ്റുവരവ്. വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ആദായനികുതി വകുപ്പ് പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ആദായനികുതി വകുപ്പിന്റെ പരിശോധനകൾ വ്യക്തമാക്കുന്നു. സിനിമയിലൂടെ നിർമ്മാതാക്കൾക്ക് കിട്ടിയത് 140 കോടി രൂപ. എന്നാൽ 40 കോടി രൂപയുടെ വരുമാനം അവർ മറച്ചുവെച്ചു. ഈ സിനിമയുടെ വരുമാനത്തിന് നികുതി അടയ്ക്കാതെ വലിയ തോതിൽ നികുതി വെട്ടിപ്പാണ് ഈ സംഘം നടത്തിയത്. പറവ ഫിലിംസിൽ ആദായനികുതി വകുപ്പ് നടത്തുന്ന റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നു. സിനിമാ മേഖലയിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന പരാതി നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെ അടക്കം ഓഫീസുകളിൽ വലിയ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലെ സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരീക്ഷണം ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഒരു പരാതി നൽകുന്നത്. മഞ്ഞുമൽ ബോയ്സ് 140 കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് ഈ പരാതി. സിനിമയുടെ ലാഭവിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ്. പ്രത്യക്ഷത്തിൽ ഇതൊരു സിവിൽ കേസായി നമുക്ക് തോന്നും. എന്നാൽ വലിയ ചതിയുടെ കഥയായിരുന്നു അതിനു പിന്നിൽ. സിറാജിന്റെ ഹർജിയെ തുടർന്ന് നേരത്തെ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും നിർമ്മാതാക്കൾക്കെതിരെ കേസെടുക്കാൻ എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് എറണാകുളം മരട് പോലീസ് ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ചിത്രത്തിന്റെ ലാഭവിഹിതവും മുതൽ മുടക്കും നൽകാതെ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ തന്നെ വഞ്ചിച്ചുവെന്നാണ് പരാതിക്കാരുടെ ആരോപണം. പരാതി ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളിലായി IPC 120B 406, 420, 468, 34 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 7 കോടി രൂപ ചിത്രത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി താൻ മുടക്കിയെന്നും 2022 നവംബർ 30 ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ 40% തനിക്ക് നൽകുമെന്നായിരുന്നു കരാറെന്നും സിറാജ് പറഞ്ഞു. എന്നാൽ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ഇത് പാലിച്ചില്ല. പൂർണ്ണമായി അവർ സിറാജിനെ തേച്ചു. പണം മുടക്കി സിനിമാ നിർമ്മാണത്തിൽ പങ്കാളിയായ ഒരാളെ പച്ചയ്ക്ക് ചതിക്കുകയായിരുന്നു സൗബിൻ ഷാഹിറും സംഘവും ചെയ്തത്. വലിയ തുക തങ്ങൾക്ക് വരുമാനം കിട്ടിയില്ലെന്നും ഇതൊക്കെ ഓൺലൈൻ ചാനലുകൾ പടച്ചുവിട്ടതാണെന്നും ഇനിയും ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകർക്ക് പ്രതിഫലം കൊടുത്തു തീർക്കാനുണ്ടെന്നും വരവ് ചിലവ് കണക്കുകൾ നോക്കിയതിനു ശേഷം സിറാജിന് പണം തങ്ങൾ നൽകുമെന്നും ഇതിനെ തുടർന്ന് സൗബിൻ ഷാഹിർ അറിയിച്ചു. എന്നാൽ എന്തൊരു വലിയ ചതിവാണ് ഇവർ നടത്തിയത്. 7 കോടി രൂപ മുതൽ മുടക്കിയ ഒരു നിർമ്മാതാവിനെ പച്ചയ്ക്ക് ചതിക്കുന്നു. സിനിമയുടെ ആകെ മുതൽ മുടക്ക് 18 കോടിയിൽ താഴെ മാത്രമാണ്. 7 കോടി രൂപ സിറാജിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും ചിത്രീകരണവുമൊക്കെ തുടങ്ങി. പിന്നീട് സിനിമയിൽ നിന്ന് കിട്ടിയ കളക്ഷൻ ഉപയോഗിച്ചാണ് ബാക്കി താരങ്ങളുടെ പ്രതിഫലവും സാങ്കേതിക വിദഗ്ധരുടെ ചെലവുമൊക്കെ അവർ എടുത്തത്. ചുരുക്കത്തിൽ പൂർണ്ണമായി സിറാജിൻ്റെ പണം ഉപയോഗിച്ച് ആ സിനിമ നിർമ്മിച്ച് അതിലൂടെ 140 കോടിയിലധികം കളക്ട് ചെയ്തതിന് ശേഷം 7 കോടി രൂപ മുടക്കിയവനെ അങ്ങ് പച്ചയ്ക്ക് തേച്ചൊട്ടിക്കുന്നു. സിറാജ് വലിയ വീട്ടിലിനോട് സൗബിൻ ഷാഹിർ പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണത്തിന് 22 കോടി രൂപ ചിലവ് വരുമെന്നാണ്. എന്നാൽ യഥാർത്ഥ ചിലവ് 18 കോടിയിൽ താഴെ മാത്രം. ആ ചിലവ് വന്ന തുകയാകട്ടെ സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ശേഷമാണ് അവർ കൊടുത്തു തീർത്തതും. മുഴുവൻ തുകയും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ ചുളുവിൽ സിനിമ പിടിച്ച് കോടികൾ കൊയ്തെടുക്കുന്നു. ആർത്തി പൂണ്ട് നികുതി വെട്ടിക്കുന്നു, സിറാജിനുള്ള പണം കൊടുക്കാതിരിക്കുന്നു. ഒടുവിൽ ആദായനികുതി വകുപ്പ് അവരുടെ ഓഫീസുകളിലടക്കം റെയ്ഡ് ചെയ്ത് രേഖകളൊക്കെ തൂക്കിയെടുക്കുമ്പോൾ സൗബിൻ ഷാഹിറും സംഘവും നിലത്തു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ.
പണം വന്ന സോഴ്സ് അടക്കം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പ് പറയുന്നത്. പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ്, പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് എന്നിവ അടക്കമുള്ള ഇടങ്ങളിലാണ് ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. സിറാജിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് സൗബിൻ ഷാഹിറും കൂട്ടരും നടത്തിയെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ആദായനികുതി വകുപ്പ് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയത്. സിറാജ് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ സൗബിൻ ഷാഹിറിൽ നിന്ന് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. അതൊക്കെ വലിയ വിനയായി സൗബിനും സംഘത്തിനും. പോലീസ് പരിശോധനയിൽ തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കൾ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് വ്യക്തമായിരുന്നു. ചിത്രത്തിന് ചെലവായി എന്ന് പറയുന്ന 18.5 കോടി രൂപ പോലും പൊലിപ്പിച്ചു വെച്ച കണക്കാണ് എന്ന് സിറാജ് വിശ്വസിക്കുന്നു. ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭമുണ്ടാക്കിയ ചിത്രം, എന്നിട്ടും പണം മുടക്കിയവന് പുല്ലുവില. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിറാജിൽ നിന്ന് പണം വാങ്ങിയത്. സിറാജിൽ നിന്ന് പണം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പോലും അവർ ആരംഭിച്ചത്. ഇത് സിറാജിന്റെ മാത്രം അനുഭവമല്ല. ഒട്ടേറെ പ്രവാസികളെ ഇത്തരത്തിൽ കൊച്ചിയിലെ സിനിമാ കമ്പനികൾ വെട്ടിൽ വീഴ്ത്തി പണം തട്ടുന്ന നിരവധി സംഭവങ്ങളുണ്ട്. പലരും മാനഹാനി ഭയന്ന് പുറത്തു പറയാറില്ല. സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസിലും ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് ഫിനാൻസ് ചെയ്തത് എന്ന് ആദായനികുതി വകുപ്പ് പറയുന്നു. ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ആദായനികുതി വകുപ്പ് സംശയിക്കുന്നത്. പൊന്നിയൻ സെൽവൻ, ഇന്ത്യൻ 2, മഞ്ഞുമൽ ബോയ്സ് എന്നിവയുടെ വിതരണം ഏറ്റെടുത്ത കമ്പനിയാണ് ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഫാസിലിന്റെ സന്തത സഹചാരിയായിരുന്ന ബാബു ഷാഹിറിന്റെ മകൻ സൗബിൻ ഷാഹിർ സിനിമാ ലോകത്തെത്തിയത് തികച്ചും അപ്രതീക്ഷിതമായി. എന്നാൽ കൊച്ചിയിലെ സിനിമാ ലോബിയുമായി അടുത്തിടപഴകാനും അവരുടെ ഒരു മുഖ്യ തലവനായി മാറാനും സൗബിൻ ഷാഹിറിന് പെട്ടെന്ന് കഴിഞ്ഞു. ഒരു സിനിമ സംവിധാനം ചെയ്യുകയെന്നത് ബാബു ഷാഹിറിന്റെ വലിയ സ്വപ്നമായിരുന്നു. ഒടുവിൽ ആ മോഹം സൗബിൻ ഷാഹിറിലൂടെ പൂർത്തീകരിച്ചു എന്ന് സന്തോഷിച്ചിരുന്നു ബാബു ഷാഹിർ. സൗബിൻ ഷാഹിർ നിർമ്മാതാവിന്റെ കുപ്പായമെടുത്തിട്ടപ്പോഴും ആ പിതാവ് ഏറെ സന്തോഷിച്ചിരുന്നു. എന്നാൽ പണം ഒഴുകിയെത്തിയപ്പോൾ സൗബിന്റെ സ്വഭാവത്തിൽ പോലും മാറ്റം. കൃത്യമായി നികുതി അടയ്ക്കാതെ വെട്ടിപ്പുകളും കള്ളക്കണക്കുകളുമൊക്കെ. പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ഫാസിൽ ചിത്രം വരെ ഫാസിലിന്റെ സംവിധാന സഹായിയായി ബാബു ഷാഹിർ തുടർന്നിരുന്നു. പിന്നീട് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിനൊപ്പം ബാബു ഷാഹിറും ചേർന്നു. സിദ്ദിഖ് ലാലിന്റെ രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി. പിന്നീട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി കരിയർ തിരിച്ചുവിട്ടു ബാബു ഷാഹിർ. ബാബു ഷാഹിറിന്റെ 3 മക്കളിൽ ഇളയ ആളാണ് സൗബിൻ ഷാഹിർ. ചെറുപ്പത്തിൽ പഠനമൊക്കെ ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കാൻ തുടങ്ങിയ മിടുമിടുക്കൻ. കൊച്ചിൻ യുവകല എന്ന ട്രൂപ്പ് സൗബിൻ രൂപീകരിച്ചിരുന്നു. മിമിക്രി, പാട്ട്, ഡാൻസ് എന്നിവയുൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ ആ ട്രൂപ്പ് അവതരിപ്പിച്ചു. പിന്നീടാണ് സൗബിൻ ഷാഹിർ അപ്രതീക്ഷിതമായി സിനിമാ ലോകത്തേക്ക് കടക്കുന്നത്. ആദ്യം പ്രമുഖ സംവിധായകർക്കൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. സിദ്ദിഖ് സംവിധാനം ചെയ്ത ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ സംവിധാന സഹായിയുടെ പേരിൽ സൗബിൻ ഷാഹിറിന്റെ പേരും തെളിഞ്ഞു. പിന്നീട് ഫഹദ് ഫാസിലിന്റെ ആദ്യ സിനിമയായ കയ്യെത്തും ദൂരത്തിൽ ഒരു പാസിംഗ് ഷോട്ട്. പ്രേമം സിനിമയിലെ അധ്യാപകന്റെ റോൾ സൗബിൻ ഷാഹിറിനെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടനാക്കി വളർത്തി. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ തന്റെ നടന വൈഭവം സൗബിൻ പുറത്തെടുത്തു. പിന്നീട് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി. കൈനിറയെ ഓഫറുകളും ഡേറ്റിനായി സംവിധായകരും ക്യൂ നിന്നു. പിന്നീട് നിർമ്മാതാവിന്റെ വേഷമണിഞ്ഞപ്പോഴും സൗബിൻ അങ്ങ് വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങി. ഇന്നിപ്പോൾ അതേ സൗബിൻ ഷാഹിർ വലിയ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. ആദായനികുതി വകുപ്പ് 60 കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകുമെന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. സൗബിൻ ഷാഹിറിന് കിട്ടിയ പണത്തിന്റെ കൃത്യമായ വിഹിതം സിറാജിനും കൊടുക്കാൻ കോടതിയുടെ ഉത്തരവെത്തും. പോലീസ് അന്വേഷണവും സൗബിനെതിരാണ്. ചതിയിലൂടെ, കള്ളത്തരങ്ങളിലൂടെ പണം പിടുങ്ങാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലമെന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.